രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ ലഭിക്കുമെന്ന് വി.ഡി. സതീശൻ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആരെയും വഞ്ചിച്ചിട്ടില്ല. രാജ്യത്താദ്യമായല്ല ഒരു നേതാവ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും കേരളം. വയനാട് മാത്രമല്ല, ഈ സംസ്ഥാനം ഒട്ട് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും സ്വീകരിക്കും. അവർ ഈ ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കുന്നതിൻ്റെ മുന്നണി പോരാളിയാണ്. ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതിനു മുൻപ് അവസരങ്ങളുണ്ടായപ്പോഴും മാറി നിൽക്കുകയായിരുന്നു. ഉചിതമായ തീരുമാനമാണ്, ആഹ്ലാദകരമായ തീരുമാനമാണ്. വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടിലെ വോട്ടർമാർ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. വയനാട്ടിൽ CPI സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ഹിമാലയൻ ബ്ലണ്ടർ എന്ന് രമേശ് ചെന്നിത്തല. CPI എന്തിനാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്? CPI പ്രിയങ്കയെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. പ്രിയങ്കയ്ക്ക് 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ലഭിക്കും. കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPI ഒരു സ്ഥാനാർത്ഥിയെ എന്തിനാണ് നിർത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ തവണയും അവർ മത്സരിച്ചു. അനുഭവം എന്താണ് എന്ന് ജനങ്ങൾ കണ്ടതാണ്. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വാസ്തവത്തിൽ അവർ പ്രിയങ്ക ഗാന്ധിയെ പിന്തുണയ്ക്കേണ്ടതാണ്. അതിന് പകരം അവർ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനമാണെങ്കിൽ അത് അടുത്തൊരു ഹിമാലയൻ ബ്ലണ്ടറാകും എന്ന കാര്യത്തിൽ സംശയമില്ല. LDF മത്സര രംഗത്ത് നിന്ന് മാറി നിന്നാൽ BJP ഉയർന്നു വരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അത് LDF അനുവദിക്കില്ല. CPI വയനാട് മത്സരിക്കും. കേരളത്തിലെ കോൺഗ്രസുകാരുടെ സമ്മർദ്ദം ആകാം രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ കാരണം. രാഹുൽ ഗാന്ധിയെ ഇതുപോലെ വേഷം കെട്ടിക്കാൻ പാടുണ്ടായിരുന്നോ എന്നും ബിനോയ് വിശ്വം ചോദിച്ചു. ഇതുപോലൊരു നാടകത്തിലെ വേഷം കെട്ടിക്കാൻ രാഹുൽ ഗാന്ധിയെ പോലെ ആദരണീയനായ ഞങ്ങളെല്ലാം സ്നേഹത്തോടെ കാണുന്ന വലിയൊരാളെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. എന്തായിരുന്നു പദ്ധതിയെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു. ആ രാഹുൽ ഗാന്ധി 2ാമത്തെ ആഴ്ച രാജിവെച്ച് തിരിച്ചു പോയിരിക്കുന്നു. ഇത് വേണ്ടായിരുന്നു. എന്തായാലും മത്സരം വന്നിരിക്കുന്നു. വയനാട് സീറ്റ് LDFൽ CPIക്കുള്ളതാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് തന്നെ CPI അവിടെ മത്സരിക്കും. ആ മത്സരത്തിൽ രാഷ്ട്രീയ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കും CPI. അല്ല, അത് മത്സരമാണ്. അത് വേറെ വിശിഷ്ടമൊന്നും വേണ്ട. മത്സരമാണ്. ഒരു വാക്കുകൂടെ പറയാനാണെങ്കിൽ ഞാൻ പറയും, ഈ മത്സര രംഗത്ത് നിന്ന് ചില സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെടും പോലെ LDF മാറി നിന്നാൽ ഉണ്ടാകാൻ പോകുന്നത് BJP ഭാഗത്തേക്കുള്ള വോട്ടുകളുടെ കൂട്ടൊഴുക്കായിരിക്കും. ഞങ്ങൾക്ക് LDFന് ഒന്നാം ശത്രു BJPയാണ് രാഷ്ട്രീയമായി. ആ BJPക്ക് ഗുണകരമായതൊന്നും LDF ചെയ്യില്ല, CPI ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിർബന്ധമായും അവിടെ മത്സരിക്കും. താൻ വീണ്ടും വയനാട്ടിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് എന്ന് ആനി രാജ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ആവശ്യത്തിന് സമയമുണ്ട് എന്നും ആനി രാജ പറഞ്ഞു. No, you see, I am not an independent person. I am a party cadre, CPI cadre, and CPI as a party, we have taken or we analysed the 2014 election, and we came to the conclusion that it was not just a regime change. It was definitely, it is going to be a challenge for the democracy and secularism of our country, even to the constitution of our country. The communal fascist forces will capture all those institutions which are core to the country and its democracy. So based on that assessment, our party in our party congress have passed a unanimous political resolution saying that
to defeat the communal fascist forces. The need of the hour is to the coming together of left democratic and secular forces. Accordingly, we worked, and the India Alliance platform is now there. These are all our conscious effort, political effort to defeat the communal fascist forces. So now our party will take a call on that, and definitely that will strengthen the India Alliance. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ പരിഹസിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വയനാട് കുടുംബം പോലെയാണ് എന്ന് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത്. സഹോദരിയെ കൊണ്ട് മത്സരിപ്പിക്കുന്നത് പോലെ അളിയൻ റോബർട്ട് വദ്രയെ പാലക്കാട് കൂടി മത്സരിപ്പിക്കണമെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു. രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞത് വയനാട് എന്റെ കുടുംബമാണെന്നാണ്. ഇത്രയും അദ്ദേഹം എന്തായിരുന്നു ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ടുവന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് അളിയൻ വധേര ഗാന്ധിയെ പാലക്കാടും കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സമ്പൂജ്യരാവും, സംതൃപ്തി അടയും. ഇപ്പൊ ആൾക്കാർ പറയുന്നത് അടിച്ചു കയറി വാ അളിയ എന്നാണ്. ഇനി അളിയൻ പാലക്കാടേക്ക് അടിച്ചു കയറി വാന്നായിരിക്കും. അതുകൊണ്ട് നമുക്ക് കാണാം.